പഴക്കമല്ല ഇങ്ങനെ മൂടി വെക്കും. നമ്മൾ ശരിക്കും ചെയ്യാൻ പോവാണോ? കുറച്ച് കുഴപ്പം പിടിച്ചല്ലേ? നീ പേടിക്കണ്ട. തീ കൊടുത്തിയ ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാം. ഈ മുക്കിൽ കൊടുത്തിരിക്കുന്നത് ലിറ്റിയൊക്കെ പൊട്ടിത്തെറിക്കുമെന്നാണ്. പ്ലാൻ നല്ലതന്നെ. ഈ മുക്കിന്റെ സഹായത്തോടെ നമുക്ക് ലിറ്റിൽ ഹക്കിയെ തീർക്കാൻ പറ്റിയാൽ പിന്നെ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ശരി ലിറ്റിൽ ഹക്ക, ഞങ്ങൾക്ക് നിന്നെ മിസ് ചെയ്യും. നമുക്കിവിടുന്ന് പോകാം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? മിസ്റ്റർ ഹേ, നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നത്? അല്ല, നിങ്ങളുടെ തലയിൽ എന്താ? അത് നീ കാര്യമാക്കണ്ട. ആ ലിറ്റിൽ ഹക്കയും അഫൂറി എന്റെ ഉണക്ക മീനൊക്കെ മാറ്റി വെച്ചു. അവർ സമ്മതിക്കണില്ല. അവരെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. അതുകൊണ്ട് എന്റെ പ്രതിഷേധം കാണിക്കാൻ വേണ്ടി അറ്റാഹാരം എടുത്തു. മിസ്റ്റർ ഹേ, നിങ്ങളൊരു സൂപ്പർ ഹീറോയാ. നിങ്ങളെന്താ ദൂരത്തേക്ക് മാറി മാറി പോകുന്നേ? അത് പൊട്ടിത്തെറിക്കാൻ പോകുക. നിങ്ങൾ എന്താ നിങ്ങൾ എന്നെ എന്തെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് കൊള്ളാം. നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും. ഞാനിതുകൊണ്ട് പറക്കാൻ പോവാ. നീ എനിക്ക് ഉണക്കമീൻ എടുക്കുക. ചേച്ചി കൊണ്ട് കഷ്ടം ചേച്ചി. ഞാൻ ഒരു പ്രയോജനം ഇല്ലാത്തവളാ. പുരാതനമായ ബുക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ ഹക്ക വേറ്റപോലെ ഞാൻ കൊണ്ട് കഴിഞ്ഞില്ലേ. കുഴപ്പമില്ല, നീ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആ ബുക്ക് വിധിയെ പറ്റിയുള്ളതാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ? നന്നായി പരിശ്രമിക്കുന്നവർക്ക് വിധി എപ്പോഴും അനുകൂലമായിരിക്കുമെന്ന് എനിക്കറിയില്ലേ? പുരാതനമായ ബുക്ക് ചേച്ചി നോക്ക്, ഹാറ്റ് വരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ വിധിയെ പറ്റി പ്രവചിക്കാൻ സാധിക്കും. അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ഒരുപാട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ. നീ ഒരു ലിറ്റിൽ ഹക്ക സക്സസ് ആയതുകൊണ്ട് ലിറ്റിൽ ഹക്ക നിനക്ക് നിന്റെ കുറച്ച് മുമ്പോട്ടുള്ള ഭാവിയും കൂടെ കാണാൻ സാധിക്കും. സത്യായിട്ടും എന്നാ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം. എന്താ മോളെ, നിന്റെ ഭാവി കാണണ്ടേ നിനക്ക്? എനിക്ക് കാണണം. ഏവി, നിൽക്ക്. ഒരു ബുക്ക് നമ്മുടെ വിധി തീരുമാനിക്കാൻ സമ്മതിക്കരുത്. നീയും ഞാനും നമ്മളായിട്ട് നമ്മുടെ ഭാവി തീരുമാനിക്കണം. Do share and do subscribe and to do that like button. ലിറ്റിൽ ഹക്ക, ഏറ്റവും വലിയൊരു പരീക്ഷയാണ് നീ ഇപ്പൊ ജയിച്ചത്. This is our Kutsi TV. സ്നോഫ്ലേക്ക്, എന്നെന്താ ഇത്ര താന്ന് പറക്കുന്നത്? സ്നോഫ്ലേക്ക്, നിനക്ക് വിശക്കുന്നുണ്ടോ? സൂചിക്ക്. Oh no. ചേച്ചി നോക്ക്, കരയൂരുണ്ട്. എന്താ ബാക്കി ഓർമ്മ നീങ്ങാത്തെ? സില്ലി ഗേൾ, നിങ്ങൾ അതിന്റെ ലീഡറിനെ എടുത്തുകൊണ്ടാക്കനെ. കുറുമ്പുകൾക്ക് അവരുടെ നേതാവിന്റെ സ്മെല്ല് കിട്ടിയാലേ നീങ്ങാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ അവരുടെ ലീഡർ പോയതുകൊണ്ട് അവർക്ക് നീങ്ങാൻ പറ്റില്ല. നിനക്ക് കുറെ കാര്യങ്ങൾ അറിയാലോ.